ഒരു കാര്യം ഉറപ്പാ, നമ്മൾ കരുതുന്നതിനേക്കാൾ ഗുരുതരമായ എന്തോ ഒരു ട്രാജഡി ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അങ്കിളിന്റെ വാക്കുകളിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായി. പുറം ലോകം അറിയാതെ അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം അങ്കിളിൻ്റേത്. അത് കഴിഞ്ഞിട്ട് മാത്രം ആരെങ്കിലും അന്വേഷിച്ച് ചെന്നാൽ മതിയെന്ന് വളരെ കർശനമായി തന്നെ എന്നോട് പറഞ്ഞു. അതായത് അങ്കിൾ പറയാതെ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാതെ വിജയങ്കിൾ ആരുടെയും പ്രസൻസ് അവിടെ ആഗ്രഹിക്കുന്നില്ല. ആരെയും അകത്തേക്ക് കയറാൻ പോലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അത്രമാത്രം ഫ്രാൻറ്റിക്കായ ഒരു സിറ്റുവേഷനിലായിരുന്നു ആ മനുഷ്യൻ. അതുകൊണ്ട് മമ്മിയോട് അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പറഞ്ഞ വാക്കുകൾ ധിക്കരിച്ച് മമ്മി അങ്ങോട്ട് ചെല്ലുമ്പോൾ അങ്കിൾ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാളെ കൂടുതൽ ഭീകരമായൊരവസ്ഥയിലേക്ക് എത്തിച്ചേക്കും. അത്തരം അഗ്രസീവായ ഒരു അവസ്ഥയിൽ കൂടെ ഉള്ളവരെ ഉപദ്രവിച്ചേക്കാനും സാധ്യതയുണ്ട്. നമ്മളായിട്ട് എന്തിനാ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത്? ഗീതയെ കണ്ടില്ലേ നീ? അതോ ഗീതയെ മുറി ലോക്ക് ചെയ്തിരിക്കുകയാണോ? ആയിരിക്കാം. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ തന്നെയും പുറത്തിറങ്ങരുതെന്നും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്നും അങ്കിളിന്റെ വക സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ആന്റിയുടെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജോ, അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ നമുക്കിത് കണ്ടില്ലെന്ന് നടിച്ച് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മോനെ. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു പോകും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. മമ്മി ടെൻഷനാവാതെ. അങ്കിൾ അങ്ങനെ പറയുന്നു വെച്ച് നമ്മളത് വിട്ടുകളയൊന്നുമില്ല. ഇന്ന് OT ഡ്യൂട്ടി ആയതുകൊണ്ട് മറ്റൊന്നും പ്ലാൻ ചെയ്യാനുള്ള സമയമില്ല. ഏതായാലും ഇന്നൊരു ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ വന്നിട്ട് നമുക്ക് എല്ലാ വഴികളും ആലോചിച്ച് വളരെ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കാം. വളരെ ബുദ്ധിപൂർവം വേണം നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ. ഏതായാലും മമ്മി തനിച്ചങ്ങോട്ട് പോകുമെന്നും വേണ്ട കേട്ടോ. ടീച്ചർ വേഗം റെഡിയായിട്ട് വരാമെങ്കിൽ ഞാൻ ചർച്ചിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട ജോ, ഇനി ഞാൻ എങ്ങോട്ടുമില്ല. എല്ലാം കേട്ടിട്ട് എന്റെ മനസ്സും ശരീരവും ആകെ തളർന്നുപോയി. നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ഓക്കെ മമ്മി, OT കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം. ബൈ. ഞാൻ പറഞ്ഞല്ലോ, ഇത് തന്നെയാ നിരാമേ. പുറത്തു നിന്നുള്ള ഒരാളുടെ പ്രയോഗം തന്നെയാ ആരൂഢത്തിൽ തെളിയുന്നത്. അത് നിങ്ങൾ കരുതുന്നത് പോലെ അത്ര നിസ്സാരപ്പെട്ട പ്രയോഗമൊന്നുമല്ല. തെളിച്ചു പറഞ്ഞാൽ നല്ല ഉഗ്രൻ കാളകൂടത്തിലാ പ്രയോഗം. മനസ്സിലാകുന്നുണ്ടോ? അതായത് കൈവശം തന്നെയാണെന്നാണോ ജ്യോത്സ്യര് പറയുന്നത്? എന്താ സംശയം? പ്രശ്നത്തിൽ അത് തന്നെയാ കാണുന്നത്. എന്നുവെച്ചാ കടുത്ത പ്രയോഗം തന്നെ. ലോഹപ്പൊടിയാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ഈശ്വര, കുഴപ്പാവോ? കുഴപ്പമായി കഴിഞ്ഞിരിക്കുന്നു, കൂട്ടിക്കൊള്ളൂ. ഇനി മറുകൃതിയെ രക്ഷയുള്ളൂ. പരിഹാരം ഉടനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഈ കൃത്യം ആരാണോ ചെയ്തത് അയാളുടെ അടിമയാകേണ്ടി വരുമെന്നാണ് സാക്ഷ്യം കാണുന്നത്. കുട്ടി ഇപ്പോ ഏകദേശം അങ്ങനെ ഒരു ഘട്ടത്തിലാണെന്ന് വ്യക്തമാണ്. എന്താ ജ്യോത്സ്യരെ ഇതിനൊരു പരിഹാരം? പരിഹാരമൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തിരി കാശ് ചെലവ് കാണുന്നുണ്ടല്ലോ ഇന്ദിരാമേ. കാശൊരു വിഷയാക്കണ്ട ജ്യോത്സ്യരെ. പരിഹാരം എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പരിഹാരം പ്രതിക്രിയ തന്നെ. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു കർമ്മം തന്നെയാ ഇതും. അതിന് പറ്റിയ ഒരാൾ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആള് സ്ഥലത്തുണ്ടാവും. നല്ല തിരക്കുള്ള ആളാണേ. മാസത്തിൽ 3/4 പങ്കും ആൾ അന്യനാട്ടിലാവും. ആളെ കിട്ടിയാൽ നിങ്ങളുടെ നല്ല കാലമാണെന്നേ ഞാൻ പറയും. കാശ് എത്ര ചെലവായാലും വേണ്ടിയില്ല ജ്യോത്സ്യരെ. ആളെ നമുക്ക് ഉടനെ തന്നെ കിട്ടണം. എത്രയും വേഗം ഈ ഊരാ കുടുക്കിന്ന് ജ്യോത്സ്യർ എന്റെ കുഞ്ഞിനെ രക്ഷിച്ചു തന്നേ പറ്റൂ. ഇന്ദിരാമ വിഷമിക്കണ്ട.
ആള് ഏറ്റാൽ ഏറ്റതാ. പിന്നെ കൊച്ചുമോളെ നല്ല മിടുമിടുക്കിയായിട്ട് കയ്യിലോട്ട് തരും. സിദ്ധനെന്ന് വെച്ചാൽ മഹാസിദ്ധനാ.